എന്നാൽ റബ്ബർ വില 300 രൂപയായി ഉയർത്തുന്നത് പരിഗണനയിലില്ലെന്ന് ഇക്കഴിഞ്ഞ ജൂലൈയിൽ കേന്ദ്ര സർക്കാർ ലോക്സഭയിൽ വ്യക്തമാക്കിയിരുന്നു. സംസ്ഥാന സർക്കാർ റബ്ബർ കർഷകർക്കായുള്ള ഒരു പാക്കേജിന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരുന്നതായും അന്ന് ലോക്സഭയെ ഡീൻ കുര്യാക്കോസ് എംപിയുടെ ചോദ്യത്തിന് മറുപടിയായി സർക്കാർ അറിയിച്ചിരുന്നു. എന്നുവെച്ചാൽ കേന്ദ്രം നിലപാട് വ്യക്തമാക്കിയിട്ട് 4 മാസങ്ങൾ പിന്നിടുന്നേയുള്ളൂ. കോൺഗ്രസ് അധികാരത്തിലുള്ളപ്പോഴും തുടർന്ന് BJP അധികാരത്തിൽ വന്നപ്പോഴും സ്വീകരിച്ച നയങ്ങളും കരാറുകളുമാണ് പ്രശ്നം. ആ നയങ്ങൾ തിരുത്താതെ റബ്ബറിന് വില കൂടുമോ എന്നത് കണ്ടറിയണം. റബ്ബർ ഇറക്കുമതി നിയന്ത്രിക്കാൻ നിയമം കൊണ്ടുവരുമോ? ആ വിഷയങ്ങൾ കൂടി ബിഷപ്പ് ഉൾപ്പെടെയുള്ളവർ ചർച്ചകൾക്ക് വിധേയമാക്കണമെന്നതാണ് പൊതുവെയുള്ള അഭിപ്രായം. ഒരു കാര്യം സുവ്യക്തമാണ്, കടുത്ത അവഗണനയിലും പ്രതിസന്ധിയിലുമാണ് രാജ്യത്തെ കർഷകർ. ഉൽപ്പന്നങ്ങൾക്ക് വില ലഭിക്കാതെയും കാർഷിക മേഖലയിൽ വൻകിട കമ്പനികൾ കടന്നുകയറുന്നതുമാണ് പ്രതിസന്ധി രൂക്ഷമാകാൻ കാരണം. ഇറക്കുമതിയിലെ ഉദാര സമീപനം ഏറ്റവും വലിയ തിരിച്ചടിയാണ് കാർഷിക മേഖലയ്ക്ക്. രാജ്യം കണ്ട കർഷക സമരം ഇതിന്റെയെല്ലാം ഭാഗമായിരുന്നു. നിരന്തരം പ്രക്ഷോഭ